അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാന്യ സഹോദരങ്ങളെ, ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പുണ്യ ദിനങ്ങൾക്കു ശേഷം വിശ്വാസികൾക്ക് ആനന്ദിക്കാനും ആഹ്ലാദിക്കാനുമുള്ള സുദിനം ഈദുൽ ഫിത്തർ വന്നെത്തിയിരിക്കുകയാണല്ലോ. ഒരു മാസക്കാലമായി വ്രതാനുഷ്ഠാനത്തിലൂടെ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സൗം എന്നതാണ് നോമ്പിന് അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു പദം. സൗം എന്നത് പിടിച്ചുവെക്കലാണ്. മനസ്സിനെയും ശരീരത്തെയും എല്ലാവിധ തിന്മകളിൽ നിന്നും പിടിച്ചുവെക്കാനുള്ള പരിശീലനമാണ് കഴിഞ്ഞ ഒരു മാസക്കാലത്തിലൂടെ നാം നേടിയിട്ടുള്ളത്. അതോടൊപ്പം റമളാൻ മാസത്തിലാണ് നാം വ്രതം അനുഷ്ഠിച്ചിട്ടുള്ളത്. റമളാൻ എന്നാൽ കരിച്ചു കളയുന്നത് എന്നാണ്. എല്ലാ പാപങ്ങളെയും കരിച്ചു കളയുന്ന മാസമാണ് പരിശുദ്ധ റമളാൻ. നാഥനായ റബ്ബിൻ്റെ മുമ്പിൽ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആരാധനകളിൽ മുഴുകിക്കൊണ്ട്, ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ പാപങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിഷ്കളങ്ക മനസ്സോടെ തുറന്നു വെച്ചുകൊണ്ട് നാം പ്രാർത്ഥിച്ചു. എല്ലാ അർത്ഥത്തിലും പാപങ്ങളെ കഴുകിക്കളയാനുള്ള ശ്രമങ്ങൾ നാം നടത്തുകയുണ്ടായി. നോമ്പ് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകണം, ഇല്ലെങ്കിൽ നഷ്ടമാണ്. മല്ലം യദ ഖൗല സൂരി വൽ അമലബി ഫലൈസലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തഅമഹു വശറാബഹു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഏതൊരാൾ ചീത്തയായ വാക്കും കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നില്ലയോ, അവൻ പട്ടിണി കിടന്നു എന്നതുകൊണ്ട്, അവൻ്റെ പാനീയങ്ങളും ഭക്ഷണവും ഉപേക്ഷിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിന് യാതൊരാവശ്യവും ഇല്ല എന്നതാണ്. അന്നപാനീയങ്ങൾ വർജിക്കൽ മാത്രമല്ല നോമ്പ്. ജീവിതത്തിലെ എല്ലാവിധ തിന്മകളെയും വർജിക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമാണ് നമ്മുടെ നോമ്പ് നമുക്ക് ഫലപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ഒരു മാസക്കാലത്തെ തീവ്രമായ ആരാധനകളിലൂടെ, അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള നിഷ്കളങ്കമായ സമർപ്പണത്തിലൂടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ തീർച്ചയായും നാം നേടിയെടുത്തിട്ടുണ്ടാകും. ഏറ്റവും പ്രധാനം അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടലാണ്. ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുമ്പോഴാണല്ലോ ഒരു കർമ്മം ഏറ്റവും നിഷ്കളങ്കമായി തീരുക. നാം അനുഷ്ഠിച്ച ആരാധനകളെല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനു വേണ്ടിയാകുമ്പോൾ അത് ഏറ്റവും നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി തന്നെ നമുക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ടാകും. അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിനെ സ്നേഹിക്കാനും കഴിഞ്ഞൊരു മാസം കൊണ്ട് നാം പരിശീലിച്ചെടുത്തുവെങ്കിൽ അത് തുടർന്നുള്ള ജീവിതത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ആരാധനകൾ കേവലമായ യാന്ത്രിക ചടങ്ങുകളല്ല, മറിച്ച് മനസാന്നിധ്യത്തോടുകൂടി അനുഷ്ഠിക്കുന്ന അതിപ്രധാനമായ ആരാധനയാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം തുടർന്നുള്ള ജീവിതത്തിലും അതേ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. കേവലമായ പട്ടിണി മാത്രമല്ല, പട്ടിണി കിടക്കുന്നതിലൂടെ നാം നേടിയെടുത്തിട്ടുള്ള ഒരുപാട് നന്മകളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. അതേ പ്രകാരം തന്നെ നീണ്ട നമസ്കാരം രാത്രിയിൽ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ അടുക്കാൻ ശ്രമിച്ചുവെങ്കിൽ, സദഖകൾ നൽകിക്കൊണ്ട് പരലോകത്തെ പ്രതിഫലം ആഗ്രഹിച്ച് നമ്മുടെ അധ്വാനത്തിൻ്റെ വിഹിതം പാവപ്പെട്ടവർക്കും ആവശ്യക്കാർക്കും വേണ്ടി നീക്കിവെക്കാൻ നമ്മൾ തയ്യാറായെങ്കിൽ ആ നന്മകളെല്ലാം ഇനിയും നമ്മിൽ അവശേഷിക്കേണ്ടതുണ്ട്. അതേപ്രകാരം സ്നേഹവും സൗഹാർദ്ദവും സഹകരണവും, തകർന്നുപോയ ബന്ധങ്ങളുടെ കണ്ണികളെ വിളക്കിച്ചേർക്കാൻ ഇന്നത്തെ ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്തുക. നിസ്സാരമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാകാം വളരെ പരിഭാവനമായ ബന്ധങ്ങളെ പലപ്പോഴും നമ്മൾ തകർത്തു കളഞ്ഞിട്ടുള്ളത്. അങ്ങോട്ട് ചെന്ന് സലാം പറഞ്ഞും കൈകൾ പിടിച്ചും ആശ്ലേഷിച്ചും ആലിംഗനങ്ങൾ ചെയ്തുമെല്ലാം തകർന്നുപോയ ബന്ധങ്ങളുടെ കണ്ണികളെ നാം വിളക്കി ചേർക്കുക. പരസ്പര ഗൃഹസന്ദർശനങ്ങൾ നടത്തുക. മനുഷ്യ സൗഹാർദ്ദമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ആ സൗഹാർദ്ദത്തിൻ്റെ കണ്ണികൾ ശക്തമാക്കാൻ സാധ്യമാകുന്നതെല്ലാം നാം നിർവഹിക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ഒരു ബഹുമത സമൂഹത്തിലാണ്. നന്മയുടെ പുണ്യങ്ങളുടെ കാര്യത്തിൽ പരസ്പരം സഹകരിക്കുക. ആദർശ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും എല്ലാവിധ നന്മകളിലും പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് സത്യവിശ്വാസികൾ മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. ഇസ്ലാം നൽകുന്ന മഹിതമായ മനുഷ്യസ്നേഹത്തിൻ്റെ സന്ദേശം ഈ പെരുന്നാളിൻ്റെ സുദിനത്തിൽ ഉയർത്തിപ്പിടിക്കാനും അത് മറ്റുള്ളവർക്ക് കൈമാറാനും നമുക്ക് സാധിക്കണം. നമ്മുടെ ചുണ്ടുകളിൽ നിന്ന് ഉയരുന്ന അല്ലാഹു അക്ബർ
അള്ളാഹു അക്ബർ എന്ന വചനം ജീവിതത്തിൽ എപ്പോഴും അള്ളാഹു ഏറ്റവും വലുതായിത്തീരുന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക, നന്മയുടെ മാതൃകളായി ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.